ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ കടക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഞാൻ പോകുന്നില്ല, കടയിൽ പോയി എല്ലാം വാങ്ങിച്ചു. എന്തെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ക്യാമറ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് ശരിയാക്കി ചിലപ്പോൾ ഇപ്പോൾ വെച്ച് കട്ടായി പോകാൻ ചിലപ്പോൾ സാധ്യത കൂടുതലാണ്. അപ്പോൾ പകുതി സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ. പിന്നെ ഒരു ട്രെയിനിങ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഞങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഇട്ട് തന്നു. അത് മാത്രം കൂട്ടിയ 2 വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഗൈസ് 2 ബുഷാണുള്ളത്. ഫസ്റ്റ് തന്നെ ഈ 2 ബുഷ് ആണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ക്ലിപ്സാണ്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഒരു പിങ്ക് യെല്ലോ, അത്രയും സാധനം. ഇനി നമുക്ക് വെച്ച് വെച്ചേക്കാം. പിന്നെ ഗൈസ് ഒരു ബാഗാണ്. ഈ ബാഗ് നല്ലൊരു ബാഗാണ്. ഈ ബാഗ് കുഴപ്പമില്ലാത്തതാണ്. ഇതിന് ഒരു 1000 ആയിട്ടില്ല, 850 ആയിട്ടുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ബാഗാണ്. ഇതിൻ്റെ സിബ് പോയി അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതാണ് ഗൈസ് ബാഗിൻ്റെ പേര്. പിന്നെ ഇതൊരു ഉറയാണ്, ഒരു കുഞ്ഞു ഉറയാണ് കേട്ടോ. ഈ ഉറ ഒരു സാധാ ഉറയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പൗച്ച്, ബോക്സ് അങ്ങനെ വെക്കാനുള്ള സാധനം. പിന്നെ ഇവിടെ നോട്ട്സൊക്കെ വെക്കാം. പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വേണ്ട ഒരു ഇതുണ്ട്, നമുക്ക് ഫയൽസ്, കാർഡ്ബോർഡ് അങ്ങനെയൊക്കെ വെക്കണം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. നല്ല ബാഗാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു കുപ്പി വെക്കുന്നുണ്ട്. ഇത് ചെറിയ മോഡലാണ് കേട്ടോ. ഇതിങ്ങനെ വലിയുന്നതാണെന്ന് തോന്നുന്നു. വലിയുന്നത് ഈ വശത്തും അതേപോലെ തന്നെ വലിയുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ട ഇതാണ് ബാഗ് ഷോപ്പ്. അടിപൊളിയാണ്, ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ബാഗ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ മദ്രസയിലേക്കായിട്ട് ബോക്സ് വാങ്ങിയായിരുന്നു. അപ്പം അതുണ്ട്. പിന്നെ ഗൈസ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിയില്ല എന്ന് വെച്ചാൽ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇതൊരു ടേപ്പാണ്. ഈ ടേപ്പ് ഞാൻ വാപ്പിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയൊരു ടേപ്പാണ്. വാപ്പി യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാത്തതാണ്. ഞാനപ്പം ആ തക്കത്തിന് ഞാനിതങ്ങ് എടുത്തു. ആ ടേപ്പാണ് കേട്ടോ. ഈ ടേപ്പ് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പശപ്പാണ് ഇതിനൊക്കെ. പിന്നെ ഇങ്ങനത്തെ ഒരു പേനയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ദാണ്ട ഇവിടെ വെക്കുക. പിന്നെ ഈ ടാപ്പിൻ്റെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തുടങ്ങുന്നത്. അത് ഗൈസ് ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഒരെണ്ണം പോലും. ഇത് 4 എണ്ണം ഉണ്ട് ഗൈസ്. ഇത് ഒരെണ്ണം പേന കാണാതെ പോയിട്ടുണ്ട്. അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അതിനല്ല, വെട്ടമടിക്കാനാണ്. അപ്പോൾ ഗൈസ് ഇവിടെ ഞാൻ ഒരു പേന കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാണാതെ പോയതാണോ എൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണം ഉണ്ട് കേട്ടോ. കാണാതെ പോയതാണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇതേണ്ട ഈ കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു പെൻസിലുണ്ട്. പറഞ്ഞ പോലെ ഈ ഒരു പേന ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാത്. പിന്നെ ഗൈസ് ഒരു വെറൈറ്റി റബ്ബറുണ്ട്, നല്ല ക്യൂട്ടാണ്. പിന്നെ ഇത് നിന്നാണ് എടുക്കുന്നത് കേട്ടോ. നല്ല സ്മെല്ലാണ്. നല്ല ഇങ്ങനെയൊക്കെ ഒരു ടാങ്കിൻ്റെ സ്മെല്ലാണ്. എന്ന് വെച്ചാൽ എന്ത് ടാങ്കാണെന്നൊന്നും എനിക്കറിയില്ല, ഒരു ടാങ്കിൻ്റെ സ്മെല്ലാണ്. പിന്നെ അടിയിലായിട്ട് കട്ടറുണ്ട്. ഇവിടെ ചെത്തിയാൽ മതി. ഈ സൈഡിൽ നല്ല ക്വാളിറ്റി പിന്നെ ചെത്തിയിട്ട് പേസ്റ്റൊക്കെ
പിന്നെ ഗൈസ് ഈ അടുത്ത് ബുക്ക് പൊതിയാനായിട്ട് ആപ്പി സ്റ്റാപ്ലർ പിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതുണ്ട്. പിന്നെ ഒരു സ്റ്റാപ്ലർ ഉണ്ട്. ടിക്കെന്ന് വെച്ച് വരും, എന്നാലും ഇത് അടയ്ക്കുള്ളൂ. അപ്പം അത് അടച്ചു വെക്കണം. പിന്നെ ഗൈസ് ഇതൊരു വെറൈറ്റി ബോക്സാണ്. ഇതാണെന്ന് ബോക്സിൽ കരുതണ്ട. ഇതെന്ന് വെച്ചാൽ മദർസയിലാണ് കേട്ടോ, അത്യാവശ്യത്തിനുണ്ട്. പിന്നെ അതിൽ നിന്നൊരു പേന ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 പെൻസിലുണ്ട്. ഇത് മദർസയിലാണ്. ടൈം ടേബിളൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഉള്ളത്. ടൈം ടേബിളൊക്കെ ഉണ്ട് അടിയിൽക്കൊണ്ടില്ല. ഇതൊക്കെ ടൈം ടേബിളാണ്. പിന്നെ 2 സ്കെച്ച് ഉണ്ട്, ഒരു സ്കെയിലുണ്ട്, ഒരു എറൈസറുണ്ട്, ഒരു എറൈസറും കൂടി ഉണ്ട്. പിന്നെ ഒരു BTS ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ ഇതിനകത്ത്. ആൾക്കാർ കിട്ടുന്നത് നീറ്റായി. ഇനി പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഇതേപോലെ ഈ ബോക്സിന് വാപ്പീനോട് പറഞ്ഞു വിട്ടപ്പോൾ വാപ്പി എന്തുവാ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കൊണ്ടു തന്നു. അങ്ങനെ ആ ബോക്സ് ഞാൻ അടുത്ത വർഷം യൂസ് ചെയ്യാമെന്ന് ഓർത്ത് മാറ്റി വെച്ചതാണ് ഗൈസ്. അങ്ങനെ ഈ ഷോൾ എനിക്കിഷ്ടമായില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത് ഇട്ടുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഇട്ടാണ്. ഇത് നല്ല ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ആണ്. അപ്പോൾ ഞാൻ ഊരി കാണിക്കുന്നത് ഇത് ക്യാമലിൻ്റെ ആണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തന്നെയാണ്. ക്യാമൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഒത്തിരി ഇഷ്ടമായി എനിക്കിത്. ഇതാണ്ട് റബ്ബറുണ്ട്, പെൻസിലുണ്ട്. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്കൊന്നും കാണിക്കാൻ പോലും കഴിയുന്നില്ല. അടിയിലൊക്കെ സ്കെയിലുണ്ട്. പാക്കറ്റ് രീതിയിലാണ് സ്കെയിലൊക്കെ തന്നിട്ടുള്ളത്. ഇനി എന്താണുള്ളത്? ഇനി കുറച്ച് സാധനം കൂടി ഉള്ളു. അപ്പോൾ ഗൈസ് ഞാൻ ടിഫിൻ പാത്രം അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഗൈസ് ചിലപ്പോൾ ഇപ്പം ക്യാമറ കട്ടായി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് മുമ്പേ നിങ്ങൾക്ക് സംസാരിക്കാൻ എടുക്കാം. അതിലങ്ങോട്ട് മാറ്റി വെക്കുന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ബുക്ക് സെക്ഷനാണ്. അപ്പോൾ ഇത് 4 ലൈനാണ്. വരയിടാത്ത മാത്സിന് അത് ഞാൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എടുത്ത്. അപ്പം നമുക്കിത് ഈ വീഡിയോയിലേക്ക് തന്നെ പൊട്ടിക്കാം. എന്താണെന്ന് വെച്ചാൽ നാളെ സ്കൂളിൽ കൊണ്ടുതന്നെ ഉള്ളതുകൊണ്ടായതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ പൊട്ടിക്കാൻ ഒരു മോഹം. അപ്പം ഒരു ചെറിയ ബുക്കാണ് റഫിന് എടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു സ്കെയില് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സ്കെയില് വെച്ച് എനിക്ക് പൊട്ടിക്കാൻ ഞാൻ കത്രിക ഒന്നും എടുത്തില്ല. പെട്ടെന്ന് ഒരു ത്രില്ലിൽ വന്നിരുന്നതാണ്. അപ്പോൾ ഒരു യാത്രയും കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ആ ത്രില്ലിൽ അങ്ങ് വന്നിരുന്ന് പോയി. ഇവിടെ നല്ല മഴയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ശക്തിയായ മഴയുണ്ടായിരുന്നു. രാത്രിയൊക്കെ നല്ല ഇടിയൊക്കെ വെട്ടി ഞങ്ങളൊക്കെ പേടിച്ചു കേട്ടോ. എന്നിട്ട് ഞാനിതിങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. എന്തായാലും കീറി എടുത്തു. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് അത് കീറി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഏത് ബുക്ക് എടുക്കണം എന്ന് സ്കൂളിലേക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ കളേഴ്സ് ഉണ്ടെന്ന്. അപ്പം ഇത് എനിക്കൊരാൾ തന്നതാണ് നോട്ട്സൊക്കെ. അപ്പം ഇതൊരു ചീട്ടുണ്ട് സെറ്റ് ബുക്കിനായിട്ടുള്ള. അപ്പം ഒരു ബ്ലൂ നോട്ടുണ്ട്. ഇതൊക്കെ വരയിട്ട നോട്ടാണ്. പിന്നെ ഒരു കടുംപച്ചയുണ്ട്, വരയിട്ടതാണ്. ഒരു ഓറഞ്ച് ഉണ്ട്, അതും വരയിട്ടയാട്ടോ. എല്ലാം സെറ്റായതുകൊണ്ട് വരയിട്ട. പിന്നെ ഗൈസ് എടുക്കുന്നുണ്ട്, അതെല്ലാം ശരിയാണ് ഗൈസ്. പിന്നെ എനിക്കൊരു പിങ്ക് ഉണ്ട്, നോട്ടാണ്. ഇതും വരയിട്ട തന്നെയാട്ടോ. ഒരു വെറും പച്ചയുണ്ട്, വരയിട്ടയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഒരു പച്ചയുണ്ട്. ഇത് പോളാണ്. അത് ഞാനെല്ലാം പറഞ്ഞാണ്. ഇനി എങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പോയാലോ നോക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്നാണ് റഫിന് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ റഫിന് ഞാൻ പിങ്ക് എടുക്കുന്നില്ല. എനിക്ക് പിങ്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുക്കത്തില്ല. അപ്പം ഞാൻ റഫിന് ഈ വർഷം എടുക്കുന്നത് ഈ പച്ചയാണ്. അപ്പോൾ അതങ്ങ് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ നോക്കി എന്നിട്ട് മാറ്റി വെക്കുന്നു. അങ്ങനെ ഗൈസ് ഇത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് ഒരു വെറൈറ്റി സംഭവമാണ് കുപ്പി എന്ന് പറയുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ കുപ്പി. ഒരു ഊപ്പറി കുപ്പിയാണ് കേട്ടോ, കുഞ്ഞൂപ്പറി കുപ്പിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ
ഇതിൻ്റെ ടാപ്പ് നമ്മൾ എപ്പോഴും തുറക്കുന്ന ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ ഇതിനൊരു സാധനം റബ്ബറാണ്. ഇതിങ്ങനെ തുറക്കുമ്പോൾ പെട്ടെന്ന് തുറന്ന് കിട്ടും, നല്ലതാണ്. അപ്പം ഇത് ഓക്കെ, നല്ല കേട്ടോ. ചെറിയ കുപ്പിയാണ്, ബാപ്പി പറഞ്ഞ് വലുതെടുക്കുക, ഞാൻ പറഞ്ഞു വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ ബോക്സ്. നോർത്തും സൗത്തും ഒക്കെ നോക്കാൻ കഴിയുന്ന ബോക്സാണ്. അപ്പോൾ അതാണ് കേട്ടോ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇങ്ങനെ തുറക്കുമ്പോൾ കേട്ടോ ചീറ്റി വന്ന് തുറന്നിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. തോക്കാണ് ഗൈസ്, അടിപൊളി സെറ്റായിട്ടുണ്ട്.